അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ മഹത്തായ സൂറത്ത് യാസീനാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മഹ്ശറ വൻസഭയിലെ രംഗങ്ങളൊക്കെയാണ് അള്ളാഹു ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 66 ആയത്ത് പഠിച്ചു. 67-ാമത്തെ ആയത്തിൽ കൂടി അള്ളാഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുളിയ്യൻ വലാ യർജിഊൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ അവരുടെ രൂപങ്ങളെ നാം മാറ്റിക്കളയുമായിരുന്നു. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരുന്നു, അവർക്ക് മടങ്ങാനും കഴിയുമായിരുന്നില്ല. ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. മുമ്പിലത്തെ ആയത്തിൽ കാഴ്ച ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ അള്ളാഹു ഈ ആയത്തിൽ മനുഷ്യൻ്റെ ചലനശേഷിയെയും അവയവങ്ങളുടെ രൂപത്തെയും മാറ്റിമറിക്കുന്നതിനെക്കുറിച്ചുള്ള കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്. ലമസഖ്നാഹും, മസഖ് എന്നാൽ രൂപം മാറ്റുക അല്ലെങ്കിൽ കല്ല് പോലെയാക്കുക, മൃഗങ്ങളെ പോലെയോ ആക്കി മാറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ഉദ്ദേശിച്ചാൽ പാപം ചെയ്യുന്ന മനുഷ്യനെ അവൻ ഇരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് ചലനശേഷി ഇല്ലാത്ത അവസ്ഥയിലാക്കാൻ സാധിക്കും. ചരിത്രത്തിൽ മുൻപ് പല സമൂഹങ്ങൾക്കും ഇത്തരം ശിക്ഷകൾ വന്നിട്ടുണ്ട്. അടുത്ത ആയത്തിൽ കൂടി അള്ളാഹു തആല പറയുന്നു, വമൻ നുഅമ്മിർഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. ഏതൊരുവന് നാം ദീർഘായുസ് നൽകുന്നുവോ അവൻ്റെ സൃഷ്ടിപ്പ് നാം തലകീഴായി ക്ഷയിപ്പിച്ചു മാറ്റുന്നു, എന്നിട്ടും അവർ ചിന്തിക്കുന്നില്ലേ. ഇതിൻ്റെ വിശദീകരണത്തിൽ കാണാം. മനുഷ്യൻ നിത്യവും കൺമുന്നിൽ കാണുന്ന ഏറ്റവും വലിയ പ്രകൃതി നിയമത്തെയും യാഥാർത്ഥ്യത്തെയുമാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. നുനക്കിസു ഫിൽ ഖൽഖി എന്നാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ പൂർണ്ണമായും ദുർബലനാണ്, അവന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നീട് അവൻ വളർന്ന് യുവാവാകുമ്പോൾ കായിക ബലവും ബുദ്ധിശക്തിയും സൗന്ദര്യവുമുള്ളവനായി മാറുന്നു. എന്നാൽ പ്രായമേറുമ്പോൾ, ദീർഘായുസ് ലഭിച്ച് അവന് പ്രായമേറിക്കഴിഞ്ഞാൽ അള്ളാഹു അവനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു നടത്തുന്നു. ഓർമ്മശക്തി കുറയുന്നു, നടുവളയുന്നു, കാഴ്ചയും കേൾവിയും മങ്ങുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇതാണ് സൃഷ്ടിപ്പ് തലകീഴാക്കുക എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. അഫലം യഅഖിലൂൻ. ഭൗതിക ശരീരത്തിൻ്റെ ഈ മാറ്റം കൺമുന്നിൽ കണ്ടിട്ടും മനുഷ്യൻ എന്തുകൊണ്ട് പരലോകത്തെയും തന്നെ സൃഷ്ടിച്ച നാഥനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ശാശ്വതമല്ലാത്ത ഈ ശരീരത്തെ ഓർത്ത് അഹങ്കരിക്കരുതെന്നുള്ള വലിയൊരു തത്വം ഇതിലുണ്ട്. നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. നാഥൻ നൽകിയ ആയുസ്സും ആരോഗ്യവും നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.